ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗൗതമൻ. എല്ലാവർക്കും ചാനൽ 13.8 സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന വിഷയം ശ്രീലങ്കയിലെ രാവണൻ കോട്ടയെക്കുറിച്ചാണ്. ധാരാളം വീഡിയോസ് വരാറുണ്ട്. ഇതുപോലെ രാമായണ കഥയിലെ രാവണൻ്റെ കോട്ട ശ്രീലങ്കയിലാണ്. അത് ഹനുമാൻ അവിടെ പോയി തീയിട്ട് അതെല്ലാം കരിച്ച് ആ പാറക്കൂട്ടല്ലേ പിന്നെ കറുത്ത നിറത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്, രാമായണ കഥകൾ സത്യമാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാരാളം വീഡിയോസ് ഈ അടുത്ത കാലത്ത് പോലും ഇങ്ങനെ ധാരാളം ഇറങ്ങാറുണ്ട്. അപ്പം അതിനെക്കുറിച്ച് നമുക്കൊരു സ്റ്റഡി നടത്തിക്കോളാം. അപ്പോൾ രാമായണത്തിലെ കിഷ്കിന്ധാകാണ്ഡത്തിൽ 58-20 ഒക്കെ പറയുന്ന ലങ്ക അത് സത്യത്തിൽ ഇന്നത്തെ ലങ്കയല്ല. രാമായണത്തെ പറയുന്ന ലങ്ക അത് 100 യോജന, ഏതാണ്ട് 1250 കിലോമീറ്റർ ദൂരെയുള്ള ഒരു ദ്വീപാണ്. അപ്പോൾ അത്രയും കിലോമീറ്റർ ദൂരെയുള്ള ദ്വീപ് അതൊരു ഇമാജിനറി ദ്വീപാണ്. കാരണം രാമായണം എഴുതിയ ആൾക്കാർക്ക് തെക്കേ ഇന്ത്യയെക്കുറിച്ച് വലിയ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു എന്ന് ആ പുസ്തകത്തിൽ നിന്നും നമുക്കറിയാം. അവർ പറയുന്ന മരങ്ങളോ അവർ പറയുന്ന അല്ലെങ്കിൽ ഇവിടുത്തെ കടലിൻ്റെ രീതികളോ അല്ലെങ്കിൽ കടലിൻ്റെ ആ ഭാഗങ്ങളോ ഒന്നും അവർ പ്രതിപാദിക്കുന്ന പോലെയല്ല രാമായണത്തിലുള്ള യഥാർത്ഥത്തിലുള്ളത്. അപ്പം അവർ പറയുന്ന മരങ്ങളെല്ലാം ഉള്ളത് നോർത്ത് ഇന്ത്യയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഈ കടലിൻ്റെ രീതിയിൽ നമുക്കറിയാം ലങ്കയും തമിഴ്നാട് ആ പ്രദേശത്ത് ധാരാളം തമിഴ്നാട്ടിൽ നിന്നും, അതായത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് ധാരാളം ആൾക്കാർ ശ്രീലങ്കയിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ ഈ സിലോൺ ദ്വീപിലേക്ക് ആയിരക്കണക്കിന് ആൾക്കാർ പല സാധനങ്ങളും കച്ചവടക്കാരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തലച്ചുമട്ട സാധനം ചെയ്യുന്നുണ്ട്. ഈ കാൽനടയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രീലങ്കയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നതാണ്. അവിടെ ഇങ്ങോട്ടും ആയിരക്കണക്കിന് ആൾക്കാർ ദിവസവും യാത്ര ചെയ്തിരുന്ന സ്ഥലമാണ്. അപ്പോൾ അത് 1480 വന്ന് ഒരു സുനാമിയിലാണ് വെള്ളം പൊങ്ങുകയും പിന്നെ അങ്ങനെ നടന്നു പോകാൻ പറ്റാതെ പിന്നെ വള്ളവും അല്ലെങ്കിൽ ബോട്ടും ഒക്കെ ഉപയോഗിക്കേണ്ടതായിട്ട് വന്നത്. അപ്പം ഇന്ത്യയും ശ്രീലങ്കയും കേട്ടൊക്കെ ആരും രാമസേതു ഒന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല. അവിടെ ഉള്ളത് എന്താ, നാച്ചുറൽ കോറൽ റീഫ് ബണ്ട് മാത്രമാണ്. കളിമണ്ണും മണലും പവിഴപ്പുറ്റുകളും കൊണ്ട് നിറഞ്ഞ നൂറ്റാണ്ടുകൾ കൊണ്ട് ആഴം കുറഞ്ഞ ഒരു ബണ്ടാണ് ഗൾഫ് ഓഫ് മന്നാർ എന്ന് പറയുന്നത് ആ പ്രദേശമൊക്കെ. അപ്പം ലോകത്തെ സമുദ്രസഞ്ചാരികൾ ഒക്കെ അതിനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗൾഫ് ഓഫ് മന്നാർ ഈസ് ഷാലോ ആൻഡ് കനോട്ട് ബി യൂസ്ഡ് ബൈ ഷിപ്പ്. അവിടെ ഒരിക്കലും ഷിപ്പ് യാത്ര ചെയ്യാൻ പറ്റാത്ത തരത്തിൽ അത് ഇതുപോലെ പവിഴപ്പുറ്റും മണലും കളിമണ്ണും എല്ലാം കൊണ്ട് അടിഞ്ഞു കൂടി കിടക്കുന്നൊരു സ്ഥലമാണ്. അത് ഒരു വലിയൊരു ബണ്ടാണ് എന്നാണ്. അപ്പോൾ അവിടെ ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കിടെ കപ്പലിന് സഞ്ചാരയോഗ്യമല്ലാത്ത എന്നാൽ മനുഷ്യന് കാൽനടയായി പോകാൻ പറ്റുന്ന ആ പ്രദേശത്തെ ആദംസ ബ്രിഡ്ജാണ് അവരൊക്കെ അതിനെക്കുറിച്ച് വിവരിക്കുന്നത്. ആദംസ ബ്രിഡ്ജ്. അപ്പോൾ ദിവസവും ആയിരക്കണക്കിന് മനുഷ്യർ വെള്ളത്തിലൂടെ കാൽനടയായിട്ട് ഇങ്ങനെ ഇന്ത്യക്ക് ശ്രീലങ്കയ്ക്ക് ഇടയ്ക്ക് ഇങ്ങനെ കാൽനട യാത്ര ചെയ്തുകൊണ്ട് ആ പ്രദേശം എല്ലാം വളരെ ഉറച്ചുപോയി. ഇത്രയും ആൾക്കാർ നടന്നുകൊണ്ട് എല്ലാം വളരെ ഉറച്ചുപോയി. അപ്പോൾ 1980 സുനാമി കൊണ്ടാണ് അവിടെ ഈ ആദംസ് ബ്രിഡ്ജിന് മേലെ കൂടുതൽ ജലനിരപ്പുണ്ടായതും കാൽനട ദുഷ്കരമായതും. അപ്പോൾ നൂറ്റാണ്ടുകളോളം സ്ഥിരമായി ഇങ്ങനെ നടന്ന് ഉറച്ച ബണ്ടിൻ്റെ ഭാഗമാണ് 2004 നാസയുടെ സാറ്റലൈറ്റ് ഇമേജിനകത്ത് ഒരു വഴി പോലെ ആൾക്കാർ നടന്ന വഴി, ഉറച്ച പ്രദേശം, അതാണ് ഒരു നേർരേഖയായിട്ട് ഇങ്ങനെ ഒരു വഴി പോലെ തെളിഞ്ഞു വന്നത്. അപ്പോൾ അതിൻ്റെ അപ്പുറത്തിപ്പുറത്തുള്ള ആ സ്ഥലവും അതുപോലെ തന്നെ ബണ്ട് തന്നെയാണ്, അതും കോറൽ ബണ്ട് തന്നെയാണ്. അത് ഇത്ര ആൾക്കാർ സ്ഥിരമായിട്ട് നടക്കാത്തതുകൊണ്ട് അത് സാറ്റലൈറ്റ് ഇമേജ് വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രദേശം അത് തന്നെയാണ്. അപ്പോൾ ആ സാറ്റലൈറ്റ് ഇമേജ് വന്നത് മാത്രം അത് പൊക്കി പിടിച്ചുകൊണ്ട് അത് സേതുവിൻ്റെ പ്രദേശമാണ്, അല്ലെങ്കിൽ മനുഷ്യനുണ്ടാക്കിയ സേതുവാണ്, അല്ലെങ്കിൽ വാനരന്മാരുണ്ടാക്കിയ സേതുവാണ് അത് എന്ന് പറഞ്ഞാണ് അവർ ഈ കഥയായിട്ട് ബന്ധിപ്പിക്കുന്നത്. ഇനി ഈ ലങ്ക എന്ന് പറയുന്നത് തന്നെ ഈ രാമായണത്തിൽ പറഞ്ഞ ലങ്ക അല്ല ഈ ലങ്കയുടെ ഈ പേര് വന്ന് 1972 മറ്റാണെന്ന് തോന്നുന്നു ഈ ലങ്കയ്ക്ക് ഈ പേര് വന്നത്. അതിന് മുമ്പ് ആ സ്ഥലത്തിൻ്റെ പേര് എന്തായിരുന്നു, സിലോൺ, സിംഹള ദ്വീപ് എന്നൊക്കെയായിരുന്നു. അപ്പം ഈ ലങ്ക അല്ല എന്ന് ഭാഗവതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. ഭാഗവതത്തിൽ 5:19-29 ശ്ലോകം പറയുന്നത് ഇങ്ങനെയാണ്. ശ്ലോകം പറയുന്നത്, സുഹദേവ് ഗോസ്വാമി എന്ന് പറഞ്ഞ ഒരാളുടെ വിശിഷ്ടമായ ഒരു കുതിരയെ നഷ്ടപ്പെടുമ്പോൾ അതിനെ തിരഞ്ഞ 8 ദ്വീപുകളും അലയുന്നതായിട്ട് അതിന് പറയുന്നുണ്ട്. ഈ സുഹദേവ് ഗോസ്വാമി പറയുന്നുണ്ട്. അപ്പോൾ ഈ സുഹദേവ് ഗോസ്വാമി പറയുന്ന വിവരിക്കുന്ന 8 ദ്വീപിൻ്റെ പേര് ഇതാണ്: സ്വർണപ്രസ്ഥ, കന്ദ്രശുക്ല, അവതരണ, രാമനാഗം, മന്ത്ര ഹനിത, പാഞ്ചജന്യ, സിംഹള, ലങ്ക. ഈ 8 ഇതെല്ലാം ഇമാജിനറി ദ്വീപുകളാണ് ഈ ഭാഗവതത്തിൽ പറയുന്നതാണ്. ഇതെന്താ നമുക്കറിയാം, ഈ സിംഹള ദ്വീപ് ആ ദ്വീപായിരുന്നു ഇന്നത്തെ ഈ ശ്രീലങ്ക. 1972 ശ്രീലങ്ക എന്ന പേര് എടുത്ത, അല്ലെ അതിന് മുമ്പ് സിലോൺ എന്ന് അറിഞ്ഞിരുന്ന, അല്ലെ അതിന് മുമ്പ് സിംഹള എന്ന പേരിൽ അറിഞ്ഞപ്പെടുന്ന ആ ദ്വീപിനെക്കുറിച്ചാണ് സിംഹള എന്ന് ഇവർ പറയുന്നത്. ഇതിനകത്ത് ലങ്ക എന്ന് പറയുന്നത് അതൊരു ഇമാജിനറി ദ്വീപാണ്. ഈ പറഞ്ഞ മറ്റ് 7 ദ്വീപിനെ പോലെ തന്നെ ഒരു ഇമാജിനറി ദ്വീപാണ് ഈ ലങ്ക. സിംഹള എന്നത് ഈ ദ്വീപാണ്. അപ്പം ഈ ലങ്ക അല്ല ആ ലങ്ക.
രാമായണത്തിൽ പറയുന്ന ലങ്ക അത് 1280 കിലോമീറ്റർ ദൂരെയുള്ള മറ്റേതോ ഒരു ലങ്കയാണ്, അല്ലെങ്കിൽ ഒരു ഇമാജിനറി ദ്വീപാണ്. അത് ഈ സിംഹള ദ്വീപല്ല, അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ലങ്ക എന്ന് വിളിക്കുന്ന ഈ പ്രദേശം അല്ല. അപ്പോൾ നമ്മുടെ രാമായണത്തിലെ രാവണൻ, ലങ്കയുടെ അധിപനായ രാവണൻ എന്നൊക്കെ പറയുന്നത് അവരതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് അതിനെ കൂട്ടി യോജിപ്പിച്ച കഥകളും വിവരണങ്ങളും നൽകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ പറഞ്ഞ കഥ ശ്രീലങ്കൻ ജനതയ്ക്ക് അറിയതേയില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ലങ്കയിൽ സിംഹള ദ്വീപിൽ ഒരു വലിയ രാജാവുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് രാവണൻ എന്നായിരുന്നു. രാവണൻ ഭരിച്ച അദ്ദേഹത്തിന് വലിയൊരു കൊട്ടാരം ഉണ്ടായിരുന്നു, കല്ലുകൊണ്ടൊക്കെ കിട്ടിയ ഒരു വലിയ കൊട്ടാരം ഉണ്ടായിരുന്നു എന്ന കഥയൊന്നും ശ്രീലങ്കൻ ജനതയ്ക്ക് അറിയില്ല. അവർക്ക് രാമായണ കഥയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ കഥയെ അവർക്കറിയില്ല. അത് പിന്നെ പറയുന്ന നടക്കുന്നതല്ല. അത് കുറേ രാമഭക്തന്മാരും അന്ധവിശ്വാസികളായ ഇന്ത്യക്കാരും ആണ് അത് രാവണക്കോട്ടയെന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ഒരു പ്രദേശം, ഒരു പാറക്കോട്ടുണ്ടായ റോക്ക് ഗാർഡൻ എന്ന് അവർ പറയുന്നത്. ശ്രീലങ്കക്കാർ വിളിക്കാൻ അതിനെ സിംഗഗിരി, ലയൺ റോക്ക് ഗാർഡൻ, സിഗിരിയ എന്നൊക്കെയാണ് അതിനെക്കുറിച്ച് അവർ പറയുന്നത്. ഇനി അതിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് നോക്കാം. എന്ത് തോന്നുന്നു അവർ പറയുന്ന ചരിത്രം. ഇത് ശ്രീലങ്കയിലെ, ഇന്നത്തെ ശ്രീലങ്കയുടെ അല്ലെങ്കിൽ ശ്രീലോണിൻ്റെ സെൻട്രൽ പ്രൊവിൻസിലെ മെറ്റാലെ ഡിസ്ട്രിക്റ്റിലുള്ള ഒരു ഡാംബുല ടൗണിൽ 22 കിലോമീറ്റർ ദൂരെയാണ് ഈ സിഗിരി എന്ന് പറയുന്നത്. ഇന്നത്തെ ഇവർ രാവണൻകോട്ട എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഈ വലിയ കോട്ട, അല്ലെങ്കിൽ ഈ പാറക്കൂട്ടത്തിൻ്റെ വലിയ കോട്ട, അത് ഈ ഇവരുടെ ഡംബുല ടൗണിൽ നിന്ന് 22 കിലോമീറ്റർ ദൂരെയുള്ള ആണിത്. അതിന് അവർ പറയുന്നത് സിംഗഗിരി, സിഗിരിയ, ലയൺ റോക്ക് ഗാർഡൻ എന്നൊക്കെയാണ് അവർ വിളിക്കുന്നത്. അതിൻ്റെ ചരിത്രം ഇതാണ്. AD 455 മുതൽ 477 വരെ സിംഹള ദ്വീപ് ഭരിച്ചിരുന്ന ധാതുസേന എന്നൊരു രാജാവായിരുന്നു. ധാതുസേന അദ്ദേഹം ഒരു മാസ്റ്റർ ഡിസൈനറായിരുന്നു. ഡാം, പാർക്ക്, പാലസ് ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഡിസൈനർ കൂടിയായിരുന്നു അദ്ദേഹം. അപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ റോയൽ വൈഫിൽ ഉള്ള ഒരു മകനും മകളുമായിരുന്നു. മകൻ്റെ പേര് മൊഗലന, പിന്നെ മകള്. പിന്നെ റോയൽ വൈഫ് അല്ലാത്ത വേറൊരു വൈഫും ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. അതിലൊരു മകനുണ്ടായിരുന്നു, അവൻ്റെ പേരായിരുന്നു കസപ്പ. പക്ഷേ ഈ കസപ്പയാണ് മൂത്തയാൾ. റോയൽ വൈഫിലുള്ള മകൻ ഇളയതായിരുന്നു. അപ്പം അദ്ദേഹം ഒരു മികച്ച ബുദ്ധ രാജാവായിരുന്നു ധാതുസേന. ആയിടയ്ക്കപ്പം അദ്ദേഹം ഇത് ബുദ്ധിസ്റ്റ് കൗൺസിൽ പ്രഖ്യാപിക്കാനിരുന്ന ഒരു വലിയ ടൈറ്റിൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു എപ്പിത്തറ്റ്, ഒരു വലിയ ഇത് ബോധിരാജയ്യ എന്ന് പറഞ്ഞൊരു സ്ഥാനം അന്ന് പ്രഖ്യാപിക്കുകയായിരുന്നു. അപ്പോൾ ഈ രാജാവ് അത് പ്രതീക്ഷിച്ചിരുന്നു. ഈ ധാതുസേന ആ സ്ഥാനം തനിക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ നിർഭാഗ്യവശാൽ ആ സ്ഥാനം പുള്ളിക്ക് കിട്ടിയില്ല. അത് കിട്ടിയത് ഒരു ജാവയിലെ രാജാവായിരുന്ന കുന്തയ്യക്കായിരുന്നു. അപ്പോൾ കുന്തയ്ക്ക് ഇദ്ദേഹത്തിന് വിഷമം തോന്നുന്നു. അദ്ദേഹത്തിന് ഈ ബോധിരാജയ്യ എന്ന് പറഞ്ഞ സ്ഥാനം കിട്ടാൻ വിഷമം തോന്നി. അദ്ദേഹം അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അഡ്വൈസർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, സെൻട്രൽ പ്രൊവിൻസിൽ, അതായത് അന്നത്തെ ഈ ലങ്കയിലെ ആ സെൻട്രൽ പ്രൊവിൻസിലെ ഒരു വലിയ സ്ഥലത്ത് കൃഷി അത്ര നല്ലതായിട്ട് രീതി നടക്കുന്നില്ല. കാരണം അവിടെ വെള്ളത്തിന് ദൗർലഭ്യം ഉണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ ഈ ദൗർലഭ്യം ഉണ്ടായിരുന്നപ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു അവിടെ വലിയൊരു ഡാം ഉണ്ടാക്കി, വലിയ പാർക്കും പൂന്തോട്ടമൊക്കെ ഉണ്ടാക്കുക. അപ്പോഴത്തേക്കും അതെല്ലാം കഴിയുമ്പോഴത്തേക്കും ആ പ്രദേശം കൂടി കാർഷികമായിട്ട് വിപുലപ്പെടുത്തുമ്പോഴത്തേക്കും നല്ല ഇതാകുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥാനം പിന്നെ അടുത്ത വർഷമോ കുറച്ച് വർഷം കഴിയുമ്പോൾ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഉടനെ പുള്ളി അത് സ്വീകരിച്ചു. പുള്ളി ഉടനെ തന്നെ അതിനുള്ള ഡിസൈനൊക്കെ തയ്യാറാക്കി പണികൾ ആരംഭിച്ചു. അങ്ങനെ ആ സ്ഥലത്ത് സെൻട്രൽ പ്രൊവിൻസിൽ തന്നെ പുള്ളി വലിയ ഡാമും റിസർവോയർ അതൊക്കെ ഉണ്ടാക്കാനുള്ള പണികളും പൂന്തോട്ടത്തിൻ്റെ പണികൾ ആരംഭിച്ചു. അങ്ങനെ ദിവസം അവിടെ പോകുമായിരുന്നു. അങ്ങനെ പോയപ്പോഴത്തേക്കും ആ ഇടയ്ക്ക് തന്നെ ഈ റോയൽ വൈഫിലുള്ള മകൻ ഉണ്ടല്ലോ മൊഗലനെ പോലെ യുവരാജാവായിട്ട് അഭിഷേകം നടത്തി. അഭിഷേകം നടത്തിയപ്പോഴത്തേക്കും ഈ മറ്റേ മകൻ, അതായത് രണ്ടാം ഭാര്യയുള്ള മകൻ ആയിട്ടുള്ള ഈ കസപ്പയ്ക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവന് ഭയങ്കര വൈരാഗ്യമായി അച്ഛനോട്. അങ്ങനെ ഇദ്ദേഹം ഈ ഡാമിൻ്റെ പണികളിൽ അവിടെ കാണാൻ പോയപ്പോഴത്തേക്കും ഇവന് ഒരു ദിവസം കൂടെ പോവുകയും അവിടെ അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തെ റിസർവോയിൽ തട്ടിയിടുകയും ചെയ്തു. എന്നിട്ട് ഇവിടെ വന്ന് പറഞ്ഞു മൊഗലന, അതായത് അദ്ദേഹത്തിൻ്റെ ഈ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്ത മകനാണ് കൊന്നത് എന്ന് പറഞ്ഞ് ഇവിടെ വന്ന് എല്ലാവരോടും പറയുകയും അവൻ പിന്നെ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അവനെ എടുത്ത് ജയിലിടുകയും ചെയ്തു. അപ്പോൾ ആൾക്കാരോടെല്ലാം അതിന് മുമ്പ് ഇവൻ പറഞ്ഞു മൊഗലനെയാണ് അച്ഛനെ കൊന്നത്, ഞാൻ കണ്ടു, അവൻ അച്ഛനെ കൊന്ന് റിസർവോയിൽ ഇട്ടിട്ടുണ്ട്, ഞാൻ കണ്ടു, എൻ്റെ കണ്ണുകൊണ്ട് കണ്ടു എന്നൊക്കെ പറഞ്ഞപ്പോൾ ആൾക്കാരെല്ലാം വിശ്വസിച്ചു. അങ്ങനെ പക്ഷേ അവൻ തിരിച്ചു വന്ന് പറഞ്ഞു ഞാനല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ആരും വിശ്വസിക്കുന്നില്ല. എന്തായാലും അവനെ എടുത്ത് ജയിലിലിട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവൻ എന്ത് ചെയ്തു, ഇവന് പേടിയായി.
ഈ വിവരം ഇന്നലെ നാളെ ആരെങ്കിലും അറിയും, അല്ലെങ്കിൽ ഇവരെയും അല്ലെങ്കിൽ ഈ മകൻ തന്നെ എങ്ങനെയെങ്കിലും എല്ലാവരും അറിയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് രക്ഷയില്ല. അപ്പോൾ അതുകൊണ്ടൊരു കാര്യം ചെയ്യും, ഒരു വലിയ കൊട്ടാരം പോകുന്നു. അപ്പോൾ ഈ കൊട്ടാരത്തിൽ എന്ന് പറഞ്ഞാൽ മാറാൻ ഇവൻ കൊട്ടാരത്തിൽ നിന്ന് അടുത്ത് കുറേ ദൂരെയുള്ള സ്ഥലത്ത് ഒരു വലിയ പാറക്കൂട്ടുണ്ട്. ആ പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ ഒരു വലിയ ഭയങ്കര ഒരു കൊട്ടാരം പണിയാനായിട്ട് ഓർഡർ കൊടുത്തു. അങ്ങനെ ധാരാളം ആൾക്കാരെയും കൊണ്ട് പണിയൊക്കെ ഏൽപ്പിച്ച് അവിടെ വലിയൊരു കൊട്ടാരം പണിതു. വലിയ പാറക്കൂട്ടത്തിന് മുകളിൽ വലിയൊരു കെട്ടിടം പണിതു. അതിൻ്റെ പേര് ലയൺ റോക്ക് പാലസ്. അത് ഇന്ന് നമ്മൾ ഈ പറയുന്ന ഈ രാവണൻകോട്ട എന്ന് പറയുന്ന ആ അതാണ്. ഒരു സിംഹം പതുങ്ങി കിടക്കുന്ന പോലെയായിരുന്നു ആ കോട്ടയുടെ ദൃശ്യം. അതായത് അതിൻ്റെ രണ്ട് കൈകൾ ഇങ്ങനെ വയ്ക്കും, തല എല്ലാം ഉയർന്നിരിക്കുന്ന തരത്തിലാണ് അതുണ്ടാക്കിയിരിക്കുന്നത്. അതെല്ലാം ഗ്രാനൈറ്റ് കൊണ്ട് ഉണ്ടാക്കിയത്. ഗ്രാനൈറ്റ് ചില സ്ഥലത്തെ കമാനങ്ങൾ പുറകിലും വശത്തുള്ള ചില കമാനങ്ങൾക്ക് 349 മീറ്ററൊക്കെ ഉയരമാണ്. ചില സ്ഥലത്ത് 377 മീറ്ററൊക്കെ ഉയരത്തിലാണ് ഉണ്ടാക്കിയത്. വലിയ ഭയങ്കരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണത്. 20 ഏക്കർ ഉള്ള ലാൻഡ്സ്കേപ്പ് അതിനകത്തുണ്ടായിരുന്നു. ആ പാർക്കിൻ്റെ മുകളിൽ അവിടെ മണ്ണും കുളമൊക്കെ ഉണ്ട്. പാറക്കൂട്ടം 4 വശത്തുണ്ടെങ്കിലും അതിൻ്റെ മുകളിലെ ഭാഗത്തൊക്കെ മണ്ണും കുളങ്ങളൊക്കെ ഉണ്ട്. അവിടെ 20 ഏക്കർ വലുപ്പത്തിലുള്ള ലാൻഡ്സ്കേപ്പ് ഗാർഡൻ ഉണ്ടായിരുന്നു. സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി, ഫൗണ്ടൻസ് ഉണ്ടാക്കി, 100 കണക്കിന് മുറികൾ, ഓഫീസ്, ബാൽക്കണി, വലിയ അടുക്കള, രഹസ്യ അറകൾ, ചുറ്റും കിടങ്ങ്, അതിൽ മുഴുവൻ മുതല. എന്നിട്ട് ഇതെല്ലാം കിട്ടുന്ന 4 വശത്തും വലിയ ഭയങ്കര കിടങ്ങുണ്ടാക്കിയിട്ട് അവിടെ മുതലകൾ ഒരു തരത്തിലും അങ്ങോട്ട് ശത്രുക്കളോ അല്ലെങ്കിൽ ആരും കടന്നു വരരുത്, പുള്ളിക്ക് അവിടെ സുരക്ഷിതമായിട്ട് ജീവിക്കണം, അതായിരുന്നു പുള്ളി ഉദ്ദേശിച്ചത്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളി ഭരണം അങ്ങോട്ട് മാറ്റി. പുള്ളിയുടെ രാജധാനി അതായി അങ്ങാടി. ആരെയും അകത്തോട്ട് കയറ്റിവിടുക, വിശ്വസ്തരായിട്ടുള്ള കുറേ ആൾക്കാരെയും ജോലിക്കാരെയും മാത്രമേ കയറ്റിവിടുക. വേറെ ആർക്കും പുറത്തുനിന്നും ആർക്കും. പുള്ളിക്ക് ഭയമാണ്, ഭയങ്കര ഭീരുവായി കഴിയും. ഇതിനിടയ്ക്ക് തന്നെയാണ് ഈ മുഗലനെ ജയിലിൽ ചാടി രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് പോവുകയും ചെയ്തു. അപ്പോഴത്തേക്കും പുള്ളിക്ക് കൂടുതൽ പേടിയായി. കാരണം ഇവൻ നാളെ ഏതെങ്കിലും തരത്തിൽ ശക്തി ആർജിച്ച് തിരിച്ചു വന്നാൽ ഇദ്ദേഹത്തെ കൊല്ലും. അതുകൊണ്ട് മുഗലനെ തടഞ്ഞു നിർത്തണം. അതുകൊണ്ട് ഒരൊറ്റ ആളെ വേഷം മാറി അല്ലെങ്കിൽ എല്ലാവരും ഭയങ്കരമായിട്ട് ചെക്ക് ചെയ്തിട്ടാണ് അകത്ത് കയറ്റി വിടുന്നത്. അങ്ങനെ ഭയങ്കര സെക്യൂരിറ്റി ആയിട്ട് പുള്ളി ഈ സിഗിരി അല്ലെങ്കിൽ ലയൺ പാർക്കിൽ പുള്ളി താമസിച്ചു. ഈ കസപ്പ. അപ്പോൾ കുറച്ച് കോട്ടിയേഴ്സ്, മറ്റു ജോലിക്കാർ, ട്രസ്റ്റായിട്ടുള്ള ആൾക്കാർ, ഇങ്ങനെ ഇവർക്ക് മാത്രമേ ആ കൊട്ടാരത്തിൽ അലൗഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ മുഗലനെ പോയി ഇന്ത്യയിലേക്ക് പോയി. അദ്ദേഹത്തെക്കുറിച്ച് രക്ഷയൊന്നുമില്ല. അപ്പോൾ ഈ റോയൽ ക്യൂൻ ഉണ്ട്, അപ്പോഴും ഉണ്ട്. അതായത് മുഗലനയുടെ അമ്മയുണ്ട്, സഹോദരിയുണ്ട്. അവർ 2 പേർക്ക് ഇദ്ദേഹം വിഷം കൊടുത്തു. റോയൽ ക്യൂൻ വയസ്സായിരുന്നു, അതുകൊണ്ട് അവർ മരിച്ചുപോയി. സഹോദരി മരിച്ചില്ല. സഹോദരി മരിക്കാതെ കിടന്നു. അദ്ദേഹം സഹോദരി എടുത്ത് ഈ പാറക്കൂട്ടത്തിന് മുകളിൽ നിന്ന് താഴേക്ക് എറിഞ്ഞു. അവിടെ താഴെ വലിയ കടങ്ങകത്ത് മുതലുണ്ടായിരുന്നു. ആ മുതല പിടിച്ച് അതിനെ കൊന്നു തിന്നു. അപ്പോൾ അങ്ങനെ മാതാവ് മരിച്ചു, സഹോദരി മരിച്ചു. അങ്ങനെ 16 വർഷം കസപ്പ അവിടെ സുരക്ഷിതനായി ഈ സിംഹഗിരിയിൽ വാണു. 16 വർഷം. 16 വർഷത്തിന് ശേഷം AD 495 ഇന്ത്യയിലേക്ക് കടന്ന ഈ മുഗലൻ അപ്പോഴത്തേക്കും വലിയ ശക്തനായി. അദ്ദേഹം ഏതൊക്കെ രാജാക്കന്മാരുടെ അടുത്ത് പോയി കാര്യങ്ങളെല്ലാം പറയുകയും അവരെല്ലാം അദ്ദേഹത്തെ സൈന്യം കൊടുത്ത് സഹായിക്കുകയും ആഹാരം കൊടുത്ത് സഹായിക്കുകയും താമസിക്കാനതൊക്കെ കൊടുത്തു. അങ്ങനെ 16 വർഷം കൊണ്ട് വീണ്ടും പുള്ളി ശക്തി ആർജിച്ച് അവർ കൊടുത്ത വലിയൊരു സൈന്യം കൊണ്ട് പുള്ളി ഇങ്ങോട്ട് വരികയാണ്, ഈ സിംഹദ്വീപിലേക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ AD 495 വലിയൊരു സൈന്യവുമായിട്ട് മുഗലനെ ഇവിടെ വന്ന് കസപ്പ യുദ്ധത്തിന് വെല്ലുവിളിച്ചു. ഇതൊക്കെ ആയപ്പോഴത്തേക്കും ഇതൊക്കെ ഭയങ്കര പേടിയായി. അപ്പോൾ യുദ്ധത്തിന് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ കസപ്പ എന്ത് ചെയ്തു? യുദ്ധത്തിന് വേണ്ടി തയ്യാറാകും. യുദ്ധത്തിന് വേണ്ടി തയ്യാറായിട്ട് വലിയ ഒരു സേനയും കൊണ്ട് യുദ്ധമൈതാനത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേക്കും പുള്ളി ആദ്യം പതറി. എന്നാലും മറ്റുള്ളവർ അറിയരുത്. അതിനുവേണ്ടി പുള്ളി വലിയൊരു സൈന്യത്തെയും കൊണ്ട് ഭൂമിയിലേക്ക് ചെന്നു. അങ്ങനെ വന്നപ്പോഴത്തേക്കും പുള്ളിയാണ് ഏറ്റവും മുമ്പിൽ ഒരു ആനയും കൊണ്ടാണ് പോയത്. ആനപ്പുറത്തിരുന്ന പുള്ളി പോയത്. അപ്പോൾ ഈ കാലാൾപ്പടയും കുതിരപ്പടയൊക്കെ പുള്ളിയുടെ പിന്നിൽ പതുക്കെ വരുന്നുണ്ടായിരുന്നു. പുള്ളി മുമ്പേ പോയി. അങ്ങനെ തന്നെ മൈതാനത്ത് ഈ മുഗലൻ്റെ ശത്രുസൈന്യത്തെ പുള്ളി ദൂരെ നിന്ന് തന്നെ കണ്ടു. അപ്പോഴത്തേക്കും പുള്ളി ആനയെ തെളിച്ചുകൊണ്ട് മുന്നോട്ട് പോയി. അങ്ങനെയപ്പോഴത്തേക്കാണ് അറിഞ്ഞത് ആ യുദ്ധഭൂമിയുടെ ഇതിലേക്ക് കടക്കുന്ന ഭാഗത്ത് അത് വലിയ ചതുപ്പ് നിലമായിരുന്നു, ഭയങ്കര ചതുപ്പ് നിലമാണ്. അപ്പോൾ ആ ചതുപ്പ് നിലത്തൂടെ ആനയ്ക്ക് പോകാൻ പറ്റത്തില്ല. ഉടനെ ഈ കസപ്പ എന്ത് ചെയ്തു? ആനയെ പിന്നോട്ട് തിരിച്ചു. അതിൽ കുറച്ചുകൂടെ പിന്നോട്ട് വന്നിട്ട് പിന്നെ ഏതെങ്കിലും വഴികൾ കയറി പോകാനായിട്ട്. അങ്ങനെ കസപ്പ ആനയും കൊണ്ട് പിന്നോട്ട് വരുന്നതാണ്, വളരെ സ്പീഡ് പിന്നോട്ട് വരുന്നപ്പോഴത്തേക്കും ഈ പിന്നിൽ നിന്ന് ദൂരെ നിന്ന് വരുന്ന കാലാൾപ്പടയും കുതിരപ്പടയും വിചാരിച്ചു ഈള് യുദ്ധത്തിൽ നിന്ന് പേടിച്ചോടി തിരിച്ചു വരികയെന്ന് അവർ തെറ്റിദ്ധരിച്ചു. അങ്ങനെ തെറ്റിദ്ധരിച്ച കാലാൾപ്പടയും കുതിരപ്പടയും എന്ത് ചെയ്തു? അവർ പുറകോട്ട് ഓടി രക്ഷപ്പെടാനായിട്ട് അവർ 4 വഴിക്ക് ഓടിപ്പോയി. അപ്പോഴത്തേക്ക് ഈ ആനപ്പടയും കൊണ്ട് പോയ ഈ നമ്മുടെ രാജാവ് മാത്രമായി. അദ്ദേഹം അവിടെ നിന്നുപോയി. ആ സമയത്ത് ശത്രുക്കൾ ഓടി വന്നു. അദ്ദേഹത്തെ
ആക്രമിച്ചു. അദ്ദേഹം ആ യുദ്ധത്തിൽ തോറ്റുപോയി തോന്നുകയും അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായി. ഈ യുദ്ധഭൂമിയിലേക്ക് കടക്കുന്ന സ്ഥലത്തേക്കുണ്ടായി ഈ മിസ്അണ്ടർസ്റ്റാൻഡിങ്, അല്ലെങ്കിൽ ചതുപ്പന്നത്തിലൂടെ ആനയ്ക്ക് പോകാൻ വയ്യാതെ തിരിഞ്ഞു വന്ന് അതിലുണ്ട്. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് കൊണ്ട് തന്നെ അല്ലേ തന്നെ പുള്ളി നോക്കുമായിരുന്നു. ആ മിസ്അണ്ടർസ്റ്റാൻഡിങ് തന്നെ പുള്ളി യുദ്ധത്തിന് മുമ്പ് യുദ്ധം ചെയ്യാതെ തന്നെ പുള്ളി പരാജയത്തിനായി. അങ്ങനെ ആ സ്ഥലം അവിടെ തന്നെ പുള്ളിയെ അവർ കൊന്നു. അതിനുശേഷം ഈ നമ്മുടെ മുഗല ഈ പാർക്ക് പിടിച്ചെടുത്തു, വലിയ ഈ കോട്ട പിടിച്ചെടുത്തു. അതിവേഗം അപ്പോഴേക്ക് ഈ മുഗലിൻ്റെ ജനറൽ സുകുമാനെ കൊന്ന് റോക്ക് ഗാർഡെല്ലാം പിടിച്ചടക്കി. യുവരാജാവ് അദ്ദേഹത്തിൻ്റെ ഒരു മകനുണ്ടായിരുന്നു, അത് ഇന്ത്യയിലേക്ക് ഓടി രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ഈ മുഗലിനയുടെ ആർമി കൊട്ടാരത്തിൽ ചിലയിടത്ത് തീയിട്ടു. അവരതെല്ലാം തല്ലിയടിച്ച് നാശനങ്ങൾ വരുത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ ഈ മുഗലനെ ഇതെല്ലാം പിടിച്ചെടുത്ത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് അവിടെ ജീവിക്കേണ്ടത്. കാരണം അദ്ദേഹത്തിൻ്റെ അച്ഛനെ കൊന്നു, അതിന് അദ്ദേഹത്തിൻ്റെ അമ്മയും പെങ്ങളെയും കൊന്നത് അതേ കൊട്ടാരത്തിലൊക്കെ വെച്ചാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് അവിടെ ജീവിക്കാൻ വലിയ താല്പര്യമില്ലായിരുന്നു. അത് അനുരാധപുരത്ത് തന്നെ വേറെ ഭവനം ഉണ്ടാക്കി അവിടെ ഇരുന്നാണ് പിന്നെ ഭരണം നടത്തിയത്. അപ്പോൾ ഈ റോക്ക് ഗാർഡൻ മുഴുവൻ അവരുടെ ആൾക്കാരെ നശിപ്പിക്കുകയോ ചെയ്തു, തീയിട്ട് നശിപ്പിച്ചു, തല്ലിപ്പൊട്ടിക്കും, അങ്ങനെ എത്തും. അങ്ങനെ അപ്പോൾ ആ റോക്ക് ഗാർഡൻ അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടതിന് ഇതങ്ങനെ അവിടെ കിടന്നു. കുറച്ചാൾ കഴിയുമ്പോഴത്തേക്ക് അത് ഈ ബുദ്ധ സന്യാസിമാർ കുറേ നാൾ ഉപയോഗിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അവർക്കും വേണ്ടാതായി. അതങ്ങനെ കാട് പിടിച്ചു അങ്ങനെ കിടന്നു. അങ്ങനെ കിടന്ന ഈ റോക്ക് ഗാർഡൻ, ഈ സിംഗിരി എന്ന് പറയുന്നത്, അത് 19-ാം നൂറ്റാണ്ടിൽ ബ്രിട്ടീഷുകാർ അവിടെ പോയപ്പോഴാണ് അവരാണ് അത് എക്സ്പ്ലോർ ചെയ്ത് കാടൊക്കെ വെട്ടിത്തെളിച്ച് ഇതുപോലെ വലിയ റോക്ക് ഗാർഡൻ കണ്ട്. അന്നേരം അത് വലിയ വനം പോലെ വനത്തിനകത്തായി കഴിഞ്ഞു. 4 പാടും വനങ്ങളെല്ലാം വളർന്ന് അത് വനത്തിനകത്തായി കഴിഞ്ഞു. അവർ കാടെല്ലാം വെട്ടിത്തെളിച്ചാണ് അത് കണ്ടെത്തിയത്. അപ്പോഴത്തേക്ക് അതിൻ്റെ നിറമൊക്കെ കറുത്ത നിറമായി, ആരും താമസിക്കുന്നൊന്നും ഇല്ലായിരുന്നുകൊണ്ട് വലിയ വന്യജീവികളും അതുപോലെ ഫംഗസും ഒക്കെ പിടിച്ച് അങ്ങനെ കറുത്ത നിറപ്പൊക്കെ ആയിപ്പോയി. അവരതെല്ലാം വെട്ടിത്തെളിച്ച് അതിൻ്റെ ഗുഹകളെല്ലാം കണ്ടെത്തി. അതെല്ലാം കണ്ടുപിടിച്ച് അവരതിനകത്ത് നോക്കിയപ്പോൾ അതിനകത്ത് 30 ഗുഹകളുണ്ടായിരുന്നു. 500 വലിയ പെയിൻറ്റിങ്സ് അതിനകത്ത് നിന്ന് കിട്ടി. അവരെ അഴിച്ചു വെച്ച് 1500 വർഷത്തിന് ശേഷം പോലും അതിനകത്ത് ജലധാരയൊക്കെ വർക്കിംഗ് കണ്ടീഷനായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം 1982 അത് യുനെസ്കോയുടെ സൈറ്റായി പ്രഖ്യാപിച്ചു. പിന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് സുരക്ഷയൊക്കെ ഉറപ്പുവരുത്തി 2009 അത് മ്യൂസിയമായൊക്കെ ഓപ്പൺ ചെയ്തു. അങ്ങനെ അവിടെ ആ സ്ഥലത്താണ് ഇപ്പോൾ ആൾക്കാരെല്ലാം പോവുകയും വീഡിയോ എടുക്കുകയും അതിൽ രാവണം കോട്ടയാണെന്നും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഉണ്ടാക്കി യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് ഇപ്പോഴും. അത് രാവണം കോട്ടയെല്ലാം ഒന്നുമല്ല. അപ്പോൾ അതിൻ്റെ പേര് സിംഗഗിരി, ലയൺ റോക്ക് പാർക്ക്, അല്ലെങ്കിൽ സിഗിരി എന്നൊക്കെയാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഇത് 1972 മാത്രം ശ്രീലങ്ക എന്ന പേര് സ്വീകരിച്ച് ഈ രാജ്യത്തിന് സിലോൺ സിംഹദ്വീപ് എന്നായിരുന്നു അതിന് മുമ്പിൽ തന്നെ പേര്. അപ്പോൾ രാമായണവുമായി ശ്രീലങ്കയ്ക്ക് യാതൊരു ബന്ധവുമില്ല, ആ സ്ഥലത്തിന് തന്നെ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഇനി ഈ കോട്ടയ്ക്ക് യാതൊരു ബന്ധവുമില്ല. അത് അതിൻ്റെ ചരിത്രം ഇപ്പം നിങ്ങൾ കേട്ട് കഴിഞ്ഞു. അപ്പം രാമൻ തമിഴകത്തെ കടൽ തീരത്ത് എത്തിയിരുന്നു എന്നൊന്നും സത്യമാക്കാൻ വേണ്ടിയാണ് അളകൻകുളം എന്ന് പറഞ്ഞ സ്ഥലത്തിനെ പിന്നെ രാമേശ്വരം എന്നാക്കി മാറ്റിയത്. രാമൻ പോലും ഈ സ്ഥലത്ത് വന്നിട്ടില്ല. രാമേശ്വരം എന്ന് പറഞ്ഞ സ്ഥലം അല്ലായിരുന്നത്, ആ സ്ഥലത്തിൻ്റെ പേര് അളകൻകുളം എന്നായിരുന്നു. അപ്പോൾ രാമായണത്തിലെ രാമൻ അവിടെ വന്നിരുന്നു എന്നൊക്കെ പറയാൻ വേണ്ടിയും ആ സ്ഥലം അങ്ങനെ, അതുകൊണ്ടാണ് ആ സ്ഥലത്തിന് രാമേശ്വരം എന്ന പേര് വന്നു എന്ന് പറയാൻ വേണ്ടിയൊക്കെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് അങ്ങനെ മാറ്റി രാമേശ്വരം എന്നാക്കിയത്. ആ സ്ഥലത്തിൻ്റെ പേര് അളകൻകുളം എന്നായിരുന്നു. അപ്പം ഇപ്പം ഇത്രയും ഹിസ്റ്ററിയൊക്കെ പണ്ടത് ഡോക്യുമെൻറ്റ്സ് ഓഫ് ആനന്ദ സവിയ, അൻഷ്യൻ്റ് സിംഹള ഗൈഡ് ബുക്ക് ഓഫ് ശിങ്കഗിരി വിഹാര എന്നിവിടുന്ന് കിട്ടിയ ഈ രേഖകളിൽ നിന്നാണ് ഈ ചരിത്രം ഇപ്പം ഞാൻ പറഞ്ഞത്. അപ്പം ഈ രാമായണത്തിൻ്റെ ഈ കഥയ്ക്ക് തെക്കേന്ത്യയായിട്ട് തന്നെ യാതൊരു ബന്ധവുമില്ല, തമിഴകവുമായിട്ട് ബന്ധവുമില്ല, രാമേശ്വരമായിട്ട് ബന്ധവുമില്ല, ശ്രീലങ്കയായിട്ട് ബന്ധമില്ല, അല്ലെങ്കിൽ അവിടെ യാതൊരു രാമസേതു ഉണ്ടാക്കിയിരുന്നതുമില്ല. ഇതെല്ലാം ശുദ്ധ അസംബന്ധമാണ്. ഇതിന് ചരിത്രപരമായി യാതൊരു ഇതുമില്ല. ഇതെല്ലാം വെറും കഥകൾ മാത്രമാണ്. മറ്റൊരു വിഷയമായി വീണ്ടും